Hi students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ജേർണൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് ജേർണലൈസിങ്. ജേർണൽ എങ്ങനെ തയ്യാറാക്കുന്നു, ജേർണൽ തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഫൈൻഡ് ഔട്ട് 2 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, അതിൻ്റെ സ്റ്റെപ്പുകൾ 4 സ്റ്റെപ്പുകളുള്ളത്. ഫൈൻഡ് ഔട്ട് 2 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ എ ട്രാൻസാക്ഷൻ. ഈ ഒരു സ്റ്റെപ്പാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 2 സ്റ്റെപ്പുകളാണ്. ഐഡൻറ്റിഫൈ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, തേർഡ് വൺ ഐഡൻറ്റിഫൈ ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഈ 2 സ്റ്റെപ്പുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐഡൻറ്റിഫൈ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും നമ്മൾ പരിശോധിച്ചാൽ ഓരോന്നിലും 2 അക്കൗണ്ടുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഓരോ അക്കൗണ്ടുകളും ഏത് ഗ്രൂപ്പിൽ വരുന്നു, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏത് ഇടപാടുകളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ 2 അക്കൗണ്ടുകൾ കാണാൻ കഴിയും. ഓരോ അക്കൗണ്ടുകളെയും നമ്മൾ 5 ഗ്രൂപ്പുകളാക്കി മാറ്റിയിരിക്കുന്നു, 5 ഗ്രൂപ്പ്സ്. ഫസ്റ്റ് വൺ അസറ്റ്സ്, സെക്കൻഡ് വൺ ലയബിലിറ്റീസ്, തേർഡ് ക്യാപിറ്റൽ, ഫോർത്ത് റവന്യൂ, ലാസ്റ്റ് വൺ എക്സ്പെൻസ്. അപ്പോൾ ബിസിനസ്സിൽ എല്ലാ ഇടപാടുകളെയും നമ്മൾ എത്ര ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്? 5 ഗ്രൂപ്പാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ ആൻഡ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ ഏത് ഇടപാടുകൾ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. ഏത് അക്കൗണ്ട് എടുത്ത് നോക്കിയാലും അസറ്റോ ലയബിലിറ്റിയോ ക്യാപിറ്റലോ റവന്യൂ എക്സ്പെൻസ് ഏതെങ്കിലും ഒന്നുമായിട്ട് അതിന് ബന്ധം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അസറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. പണമോ പണത്തിൻ്റെ മൂല്യമുള്ളതോ ബിസിനസ്സിലേക്ക് കിട്ടാനുള്ളതോ ആയ പണം അല്ലെങ്കിൽ സമ്പത്ത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസറ്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് കൊടുക്കാനുള്ളതാണ്, ബാധ്യതകൾ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം അഥവാ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത തുകയാണ് ക്യാപിറ്റൽ. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം, ബിസിനസ് നേടിയെടുത്ത തുക, അതിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ്. ഈ റവന്യൂ നേടാനുള്ള പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിച്ച അളവിൽ ചെലവാക്കിയതിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അസറ്റിൻ്റെ റോൾ എന്താണ്? നമുക്ക് ഓരോ ഇടപാടും നമ്മൾ പരിശോധിച്ചാൽ ഏത് ടൈപ്പ് അക്കൗണ്ടാണ് നമുക്ക് മനസ്സിലാവും. ഒന്നെങ്കിൽ അത് അസറ്റ് ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് ഐഡൻറ്റിഫൈ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. ഒന്നെങ്കിൽ അത് അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലയബിലിറ്റി ആയിരിക്കും, ക്യാപിറ്റൽ ആയിരിക്കും, റവന്യൂ ആയിരിക്കും, എക്സ്പെൻസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ഗണത്തിൽ അത് വന്നിരിക്കും. ഇനി മൂന്നാമത്തത് ഐഡൻറ്റിഫൈ ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നതിനുള്ള റൂൾ. അപ്പോൾ നമുക്ക് നോക്കാം. അസറ്റിൻ്റെ റോൾ എന്താണ്? അസറ്റിൻ്റെ റോള്, അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതായത് ബിസിനസ്സിലേക്ക് വരുമ്പോൾ അഥവാ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് അസറ്റ് കൂടുക, പ്ലസ് ചിഹ്നം കാണിച്ചിരിക്കുന്നത് കൂടുക എന്നുള്ള അർത്ഥത്തിലാണ്. കൂടുമ്പോൾ ഡെബിറ്റും കുറയുമ്പോൾ ക്രെഡിറ്റും. അസറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരിക എന്നാണ്. അസറ്റ് ബിസിനസ്സിലേക്ക് വന്നാൽ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ലയബിലിറ്റീസ്, ബാധ്യത ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ബിസിനസ്സിൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ബിസിനസ്സിൽ കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. ബിസിനസ്സിൽ ലയബിലിറ്റി കൂടുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തത് ക്യാപിറ്റൽ ബിസിനസ്സിൽ കൂടുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇതേ റൂൾ തന്നെയാണ് ലയബിലിറ്റീസിനും. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ ഇതിന് മൂന്നിനും ഒരേ റൂളാണ്. കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ്, കൂടുമ്പോൾ ക്രെഡിറ്റ്, കുറയുമ്പോഴോ ഡെബിറ്റ്. ഓക്കെ, ഇനി എക്സ്പെൻസിനും അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ഇതിന് രണ്ടിനും ഒരേ റൂളാണ്. എന്താണ് നിയമം? കൂടുമ്പോൾ ഡെബിറ്റ്, കുറയുമ്പോൾ ക്രെഡിറ്റ്, കൂടുമ്പോൾ ഡെബിറ്റ്. ഇൻക്രീസ് ഇൻ ദ അസറ്റ്സ് വിൽ ബി ഡെബിറ്റഡ്, ഡിക്രീസ് ഇൻ ദ അസറ്റ്സ് വിൽ ബി ക്രെഡിറ്റഡ്. Increase in the liabilities will be credited, decrease in the liabilities will be debited. When capital increases, it will be credited. When capital decreases, it will be debited. Then revenue. When revenue increases, it will be credited. Then revenue decreases, it will be debited. ആദ്യം നോക്കാം. Assets. When asset increases, it will be debited.
When asset decreases, it will be credited. Liabilities, when liabilities increases, it will be credited. When liabilities decreases, it will be debited. When capital increases, it will be credited. When capital decreases, it will be debited. When revenue increases, it will be credited. When revenue decreases, it will be debited. When expenses increases, it will be debited. When expenses decreases, it will be credited. Asset കൂടുമ്പോൾ ഡെബിറ്റ്, കുറയുമ്പോൾ ക്രെഡിറ്റ്. ലാബിലിറ്റീസ് കൂടുമ്പോൾ ക്രെഡിറ്റ്, കുറയുമ്പോൾ ഡെബിറ്റ്. ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ്, കുറയുമ്പോൾ ഡെബിറ്റ്. റവന്യൂ കൂടുമ്പോൾ ക്രെഡിറ്റ്, കുറയുമ്പോൾ ഡെബിറ്റ്. എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ്, കുറയുമ്പോൾ ക്രെഡിറ്റ്.